ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് മുതുമല ടൈഗർ റിസർവിലാട്ടോ. നമ്മുടെ തമിഴ്നാട് മുതുമല ടൈഗർ റിസർവിലെ ഒരു ആന എലിഫൻറ്റ് പാർക്കുണ്ട്. ഓക്കെ, എലിഫൻറ്റ് പാർക്കിലേക്കുള്ള വഴിയിലാണ്. അപ്പം വൈകുന്നേരം ഒരു 5:30 ആകുമ്പോൾ കേട്ടോ എലിഫൻറ്റ് പാർക്ക് ഓപ്പൺ ആക്കുന്നത്, ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആക്കുന്നത്. അപ്പം നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് എലിഫൻറ്റ് പാർക്കിലെ കാഴ്ചകളെന്ന്. ഓക്കെ, ഇതാട്ടോ എലിഫൻറ്റ് പാർക്കിലേക്കുള്ള വഴി. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എത്രയാണ് ടിക്കറ്റ് കാര്യങ്ങളെന്നൊക്കെ. ഫ്രണ്ട്സ്, ഇതാ ഇവിടെ ആട്ടോ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഇതാ നമുക്ക് കിട്ടിയ ടിക്കറ്റാണ് ഇതായി കാണുന്നത്. ഓക്കെ, ഇതാ അതുപോലെ ടൈഗർ റിസർവ് ഒരാൾക്ക് 30 രൂപ എലിഫൻറ്റ് പാർക്കിലേക്ക്. അല്ല, മറ്റുള്ള സഫാരിയിലേക്കൊക്കെ ഒരാൾക്ക് മുതുമല ടൈഗർ റിസർവ് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് 350 രൂപ കേട്ടോ ഒരാൾക്ക്. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഏകദേശം 4 മണി ആയിട്ടേ ഉള്ളൂ. 5:30 ആവും ഇത് പാർക്കിലേക്കുള്ള പ്രവേശനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് അവിടെ കയറിയാൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ എലിഫൻറ്റ് പാർക്കിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു കാഴ്ച കേട്ടോ. ഇതാ കാണുന്നുണ്ടല്ലോ അല്ലേ, ഒരുപാട് മാനുകൾ, ഏകദേശം 10-50 എണ്ണമൊക്കെ ഉണ്ടാവും. അതിലേക്കുള്ള വഴിയിലുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ 5:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാറ് വന്ന് നമ്മുടെ എലിഫൻറ്റ് പാർക്കിലേക്കുള്ള ടിക്കറ്റ് ചോദിക്കുന്നുണ്ട്. ടിക്കറ്റ് ചെയ്യാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. ഓക്കെ, 3 ആളോ? ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് പോയി നോക്കാം എന്താണ് ഇവിടുത്തെ കാഴ്ചകൾ എന്നൊക്കെ. ഓക്കെ, ഇതാണ് കേട്ടോ എലിഫൻറ്റ് പാർക്കിലേക്കുള്ള വഴിയാണ് ഇതായി കാണുന്നത്. ഓക്കെ, ഓക്കെ, ഇതാട്ടോ മുതുമല ടൈഗർ റിസർവ്, തൊപ്പക്കാട് എന്ന് പറഞ്ഞ റേഞ്ചാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് കാണാൻ വന്നിട്ടുള്ള ആൾക്കാരുടെ വണ്ടികളാട്ടോ. അതായത് ഈ ട്രാവലറുകൾ അതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആ കാണുന്നില്ലേ, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഏകദേശം 1 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ള ഒരുപാട് ആനകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതാ അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ ഈ അറ്റത്ത് കാണുന്നതൊക്കെ തീരെ പ്രായം കുറഞ്ഞ ആന കേട്ടോ. അതിനാണ് 1 വയസ്സായിട്ടുള്ളൂ. വെറും 1 വയസ്സായി മാത്രമായ ആനയാണ് ഇതായി കാണുന്നത്. ഓക്കെ, ഇതാ ഈ കാണുന്നത് നല്ല മുടിയൊക്കെ കണ്ടില്ല, കിട്ടിയ നല്ല മുടിയൊക്കെ ഉള്ള നല്ലൊരു സുന്ദരി ആനയാണ്. ഓക്കെ, ഇതാണ് തൊപ്പക്കാട് എലിഫൻറ്റ് പാർക്ക്. ഓക്കെ, ഇതാണ് ഇവിടെയുള്ള ഏറ്റവും പ്രായം കൂടിയ കുങ്കിയാന കേട്ടോ. സാറേ, എൻ്റെ പേരെന്താ? അണ്ണ. അണ്ണ എന്ന് പറഞ്ഞ കുങ്കിയാന കേട്ടോ. ഓക്കെ, ഏതായാലും നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ല പേടിപ്പിക്കുന്നുണ്ട്. അതാ അവിടെ ഉണ്ട് ഒരു ഒരു കൊമ്പേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അപ്പുറം സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. എലിഫൻറ്റ് ഫീഡിങ് ക്യാമ്പ് കേട്ടോ. ഓക്കെ, അണ്ണ അതിൽ പോയിക്കൂടെ സാർ? അപ്പോൾ ഇതിലേ നമുക്കൊന്ന് പോയി നോക്കാം. ഈ സെക്ഷൻ കൂടുതലും കാണുന്നത് പിടിയാന കേട്ടോ. പ്രായം കുറവും വലിപ്പക്കുറവൊക്കെ ഉള്ള ആനകളാണ് ഇതായി കാണുന്നതല്ല. ഓക്കെ, ഇതുണ്ടല്ലേ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് എത്തി. ഓക്കെ, ഓക്കെ, ഇതാ എലിഫൻറ്റിന് നേരെ ബേക്കിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ഒരുപാട് മാനുകൾ ഇങ്ങനെ മേഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഓക്കെ, ആണ് മാനുകൾ. എല്ലാ ആനയ്ക്കും ഓരോ പാപ്പാന്മാരുണ്ട്. ഓക്കെ, ആനയ്ക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലം കേട്ടോ അത്. എന്താ ഒരുപാട് എന്തോ ഒരു തേങ്ങയാണെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. എന്താ ഹലുവ പോലെ ഇരിക്കുന്ന കുറേ സാധനം, ഹലുവ, കരിമ്പ്, അതാ ഓരോ ആനേൻ്റെ പേരാണെന്ന് തോന്നുന്നു എഴുതി വെച്ചിട്ടുണ്ട്. അത് അവർക്ക് കൊടുക്കാനുള്ള ഫുഡാണ്. ഓക്കെ, ഇതൊക്കെ ഇതിനകത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്താ വേറെ ഫുഡ്, ചോറോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഓക്കെ, ഇതാ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിവിടെ 6 ഉണ്ടെന്ന് തോന്നുന്നു റേഞ്ച് ഓഫീസർ. 3 സ്റ്റാറൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നേരെ പുറകിൽ കുറച്ചുണ്ട്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോയി നോക്കാം. ഓക്കെ,
എടുത്തുകൂടാൻ. ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് നമ്മൾ ആനകൾക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ. ഇത് ഓരോ ആനയുടെ പേരിലും ഓരോ സെക്ഷനായിട്ടാണ് ഈ ഭക്ഷണങ്ങളെല്ലാം തിരിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്നത് തേങ്ങ, ചോറ്, പിന്നെ നമ്മുടെ മുത്താറി, കരിമ്പ്, ഉപ്പ്, ശർക്കര തുടങ്ങിയ സാധനങ്ങളാണ്. ഈ ആനകളുടെ ആരോഗ്യസ്ഥിതി, അതുപോലെ തന്നെ പ്രായം തുടങ്ങിയവ നോക്കിയിട്ടാണ് ഈ ഭക്ഷണങ്ങളെല്ലാം ഇത് നൽകുന്നത്. ഓക്കെ, ഓരോ ആനകൾക്കും പിന്നെ അവരുടെ ശരീര കായികക്ഷമത അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതെല്ലാം നോക്കിയിട്ടാണ് ഈ ആനകൾക്ക് ഈ ഭക്ഷണങ്ങൾ നൽകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളവിടെ എലിഫൻറ്റ് പാർക്കിലുള്ള ആനകൾക്കുള്ള ഭക്ഷണം കൊണ്ടുപോകുന്ന കാഴ്ച കേട്ടോ. അത് ഓരോരുത്തരുടെ റേഷൻ അനുസരിച്ച് ഓരോ പാപ്പാന്മാർ വന്നിട്ട് അവർക്കുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കരിമ്പ്, തേങ്ങ, പിന്നെ എൻ്റെ ഒരു 3-4 സാധനങ്ങളുണ്ട്. ഓക്കെ, ഒക്കെ വരുന്ന എല്ലാം ഓരോ ആനപ്പാപ്പന്മാരാണ്. ഇതെല്ലാം ആ ഫുഡില്ലേ, ആ അലുവ പോലെ ഇരിക്കുന്ന ആ ഫുഡെല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടിക്കുഴച്ചിട്ടാണ് അവർ ആനകൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം. ഓക്കെ, കാട്ടുപന്നിക്കൂട്ടം വന്നിരുന്നുണ്ടോ? ഉണ്ടോ? ഇതാണ് ഇവർ മിക്സ് ചെയ്തിട്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ബോൾ പോലെ ആക്കി കൊണ്ടുവരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് ഇവർ കൊടുക്കുന്നതെന്നൊക്കെ. നല്ല തിരക്കാണ്, അത് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാരെല്ലാം കാത്തിരിക്കുന്നത്. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഇത് കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഏകദേശം ഒരു ആനയ്ക്ക് ഒരു 4 ഉരുള വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.